ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസമായി ഞാൻ. കൊള്ളാം. ഓക്കേ, അപ്പൊ ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്. എനിക്ക് എക്സൈറ്റ്മെന്റ് ആണോ പേടിയാണോ ഇനി വേറെ വല്ല ഫീലിംഗ് ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് അങ്ങനത്തെ ഒരു യാത്രയാണ്. യാത്ര എന്നൊന്നും പറയാനില്ല. നമ്മൾ ഇല്ല, ഇതിന്റെ തംബ്നെയിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു. ഡെലിവറിന്റെ മുന്നേ ലേബർ റൂം കണ്ടത് എങ്ങനെയോ ഞെട്ടിയൊന്നോ, നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും തംബ്നെയിൽ വെക്കാം. അപ്പൊ ഇന്ന് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്നത് നമ്മളുടെ ടൂറോ നമ്മൾ പോകുന്നത് മനസ്സിലായി, നമ്മൾ പോകുന്നത് ഡെലിവറി നടക്കാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വല്ല അപ്പോയിന്റ്മെന്റ് ഉണ്ടോ, വല്ല ചെക്കപ്പ് ഉണ്ടോ? അപ്പൊ ചെക്കപ്പും കാര്യങ്ങളൊക്കെ മെയിൻലി, എന്റെ പൊന്നെ എന്റെ കൈയൊക്കെ വേദനിക്കുന്നു, മെയിൻലി നടക്കാറ് ഞങ്ങളുടെ ഇപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കാറ്. നമ്മൾ ആകെ 2-3 പ്രാവശ്യമാണ് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക്, ഡെലിവറി നടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത് ബ്ലഡ് ടെസ്റ്റിനൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡെലിവറി നടക്കാൻ പോകുന്ന എന്തായിരുന്നു പേര്, വില്യംസ് ഹാർവേ അല്ലേ, ഹോസ്പിറ്റലിലാണ് എന്റെ ഡെലിവറി നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഇവിടുന്ന് ഒരു 25 മിനിറ്റ്സ് ആണ്. എന്തിനാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ എനിക്ക് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ എനിക്ക് 36 വീക്സ് തുടങ്ങും, നെക്സ്റ്റ് മൺഡേ. ഇപ്പൊ 35 വീക്സ് ആൻഡ് 6 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ്, മിഡ് വൈഫ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റില് ഞങ്ങൾ അറിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ലിങ്കും വെബ്സൈറ്റും ആപ്സും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ തന്നെ എന്താ പറയാ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതായത് അമ്മ മാത്രല്ല, ബർത്ത് പാർട്ട്ണർ, നിങ്ങളുടെ കൂടെ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ അമ്മമാരോ ഫ്രണ്ട്സോ ആരാണ് നിങ്ങളുടെ ബർത്ത് പാർട്ട്ണർ ആയിട്ട് നിങ്ങളുടെ കൂടെ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി എന്താ അറിവ് പകർന്നുകൊണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മള് പഠിക്കാൻ വേണ്ടിയിട്ട്, അതെ, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിലൊക്കെയാണ്, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, എന്നാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഞാൻ ഈ ലേബർ ഡെലിവറി ഡേന്റെ കാര്യം കേട്ടോ പറയുന്നത്, അതിന്റെ മുന്നത്തെ കാര്യമല്ല പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, നമുക്ക് എന്തൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുക, നമുക്ക് എന്തൊക്കെ ബർത്തിന് വേണ്ടി പ്ലാൻ ചെയ്യാം, നമ്മുടെ ബർത്ത് പാർട്ട്ണറിനെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ മൊത്തത്തിൽ കുറെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും കുഞ്ഞിന്റെ അല്ലേ, നമ്മൾ തന്നെ ഈ ഓരോ മൊഡ്യൂളായിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴാണ് നമുക്ക് ഓഹോ ഇത്രയ്ക്കും സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് വീക്കില് മിഡ് വൈഫിനോട് സംസാരിച്ചപ്പോഴാണ് മിഡ് വൈഫ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടേക്ക് ചോദിച്ചതാണ് അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അതായത് നമ്മള് അന്ന് പോകുന്ന ഹോസ്പിറ്റലില് നമ്മള് ഡെലിവറി നടക്കുന്ന ആ ലേബർ സ്യൂട്ട്, അല്ലെങ്കിൽ ഇവിടെ എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല, ലേബർ സ്യൂട്ട് എന്ന് തന്നെയല്ലേ പറയണേ? അല്ല, ഇവർക്ക് ലേബർ വാർഡും അങ്ങനെ കുറെ വാർഡുകളൊക്കെ വ്യത്യാസം എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഇപ്പൊ കൊളോക്കിയലി പറയുകയാണെങ്കിൽ ലേബർ സ്യൂട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് തോന്നിയത്, നമ്മൾ ഒന്നാമത്തെ കാര്യം, നാട്ടിലെ പോലെ നമുക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത ഒരു ദിവസം പോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ പെയിൻ വന്ന്, പിന്നെ അവർക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് പെയിൻ വന്നിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്നത്, അവരുടെ ഒരു ഇത് വെച്ചിട്ട് 10 മിനിറ്റിൽ 3 കോൺട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലൊക്കെയാണ് നമുക്ക് ഇവിടുന്ന്
ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുക. അപ്പൊ നമുക്ക് ഈ ഒരു പോക്കിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മള് ഇപ്പൊ ലേബർ പെയിൻ ഒക്കെ തുടങ്ങി, നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആവാൻ പോണതാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ പോകുമ്പോ തന്നെ പകുതി കിളി ഉണ്ടാവില്ല. അതിപ്പോ എനിക്കാണെങ്കിലും കുറെ കിളികളുള്ള ഇവനാണെങ്കിലും കുറച്ച് കിളികളൊക്കെ പറക്കും. ആ കിളിയല്ല, കുറച്ച് കൂടുതൽ കിളികളുണ്ട്. പക്ഷെ എന്നാലും അവനും ഒരു പാനിക്കാവും. പാനിക്കല്ല, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തായാലും ചിന്തിച്ചാൽ തന്നെ അറിയാം എത്ര നമ്മള്. അല്ല, അത് ഇന്നലെ ഇവൻ ചെറുതായിട്ട് ഞാൻ ഇവനെ പേടിപ്പിച്ചു. എനിവേസ്, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാരും പാനിക്കാവും എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമുക്കൊരു വെപ്രാളം ഒക്കെ വരും. അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗുദാമ് പോലത്തെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് 20 മിനിറ്റ് അവിടെ ഡ്രൈവ് ചെയ്ത് എത്തി. എന്നിട്ട് നമ്മൾ ആ ലേബർ വാർഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് അവര് നമുക്ക് ഡയറക്ഷൻ കാണിച്ച്, ഞങ്ങൾ സ്കാനിങ്ങിന് തന്നെ പോകുമ്പോ പല പ്രാവശ്യം ഞങ്ങള് ഇരുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് കോള് വന്നിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? ഒരു പ്രാവശ്യം ഞങ്ങൾ ഇരുന്ന സ്ഥലം ശരിയായില്ല, എന്നിട്ട് അവര് കോൾ ചെയ്തു, നിങ്ങളുടെ സ്കാനിങ് ടൈം ആയല്ലോ, നിങ്ങൾ എവിടെ? അപ്പൊ ഞങ്ങൾ വേറെ ഏതോ സ്കാനിങ് റൂമിന്റെ മുന്നിലാണ് ഇരുന്നിരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പത്തെ ഒരു ഈ പോക്ക് വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് ഡയറക്റ്റ് പോവേണ്ടത്, കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അവിടേക്ക് കയറി ചെല്ലാം. ആ ഒരു 10-20 മിനിറ്റത്തെ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ പാർക്കിങ് ഇല്ല, അവിടെ പിന്നെയും പാർക്കിംഗ് ഉണ്ട്. ഞാൻ ചില വ്ളോഗ്സിലൊക്കെ UK ചില ഹോസ്പിറ്റൽസിലൊന്നും പാർക്കിംഗ് കിട്ടില്ല, കുഞ്ഞു പാർക്കിംഗ് ആയിരിക്കും അങ്ങനത്തെ. പക്ഷെ നമ്മൾ പോണ ഇതിൽ പിന്നെയും പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കുറെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം ഇനീഷ്യലി. പിന്നെ ആസ് എ മദർ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പോകുന്ന ആൾക്ക് മൊത്തത്തിൽ കിളി ഉണ്ടാവില്ല. എനിക്ക് ലാസ്റ്റ് 7-ാം മാസം തൊട്ട് തിരിച്ചു വന്നതിന്റെ ശേഷം എന്റെ കിളികളൊക്കെ എവിടെയോ പോയിട്ട്, അപ്പൊ എനിക്ക് പിന്നെ കിളിയേ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ്, എനിക്കാണെങ്കിൽ ഹോസ്പിറ്റൽസ് കുറച്ച് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ള കൂട്ടത്തിലാണ്. അത് വേറൊന്നല്ല, എന്തോ എനിക്ക് ഇഷ്ടമല്ല, അത് ആർക്കും ഇഷ്ടമല്ലല്ലോ. എനിക്ക് ഹോസ്പിറ്റലിന്റെ ആ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസും അങ്ങനെ. പിന്നെ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുമില്ല. എൻ്റെ ആകെയുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് അച്ഛനും അമ്മയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോവാന്നല്ലാതെ ടച്ച് വുഡ് നമ്മളാർക്കും അങ്ങനെ വലിയ ഹോസ്പിറ്റൽ എനിക്കില്ലായിട്ടില്ല. ശ്രീകുട്ടൻ എനിക്കറിയില്ല, ഇല്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ശീലമില്ല ഹോസ്പിറ്റല് നമ്മൾ അങ്ങനെ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഈ പോക്കില് നമുക്ക് ആ റൂം ഒന്ന് കണ്ട് മെന്റലി എനിക്ക് ആ റൂമിനെ കുറിച്ചൊരു ധാരണ ഇപ്പൊ കിട്ടും. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു ധാരണയില് ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിന് തന്നെ ഓക്കെ എനിക്ക് ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു പേടി മാറ്റാം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, അപ്പൊ ഞങ്ങൾ ഇത് ചോദിച്ചപ്പോ ഞാൻ കുറെ പേരുടെ പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നേരത്തെ പോയി സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഈ വീഡിയോ ട്യൂട്ടോറിയലിലും പറയുന്നുണ്ട്. അതെ, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതെ, നമ്മളിപ്പോ നമുക്ക് പഠിക്കാൻ തരുന്ന ആ ലിങ്ക്സിലും ആ ട്യൂട്ടോറിയലിലൊക്കെ അവരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് പാനിക് ആവാതിരിക്കാനും, പിന്നെ പേഷ്യൻസ് ആണെങ്കിലും, പേഷ്യൻ്റ് അല്ല മോംസിനും കുറച്ച് എന്താ പറയാ ഒരു മനസമാധാനം, നമ്മൾ പോകുന്നത് ഒരു പരിചയമുള്ള സ്ഥലത്തേക്കാണെന്നുള്ളൊരു ഫീല് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ടൊരു ഇൻട്രോ പറഞ്ഞത്. ശ്വാസമില്ല, ശ്വാസം മുട്ടണമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇനി എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഡെലിവറി നടക്കാൻ പോകുന്ന എൻ്റെ സ്വന്തം ലേബർ റൂം കാണാൻ. ലേബർ റൂം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ലേബർ സ്യൂട്ട് കാണാൻ പോവാണ് ഗൈസ്. അപ്പൊ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊന്ന് കാണിച്ചു തരാം. ആൻഡ് ഇതൊരു ചെറിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും എനിക്കറിയണ്ടായിരുന്നില്ല ഇങ്ങനെ നമുക്ക് നേരത്തെ പോയി കാണാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആരെങ്കിലും ഗർഭിണിയായിട്ട് UK ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പോയി ഒന്ന് കണ്ടിട്ട് ചിൽ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് എൻ്റെ ഹോസ്പിറ്റലും, കാരണം ലേബർ സമയത്ത് നമ്മൾ ഇങ്ങനെ
ഇങ്ങനെ ഇപ്പൊ എനിക്ക് പെയിൻ വന്ന് പോണ സമയത്ത് എനിക്ക് വ്ളോഗ് എടുക്കണമെന്നുണ്ട്. വ്ളോഗ് എടുക്കണം. നമസ്കാരം ഗൈസ്. അയ്യോ എനിക്ക് ശരിക്കും വ്ളോഗ് എടുക്കണം എന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ഡീവിയേറ്റ് ആവുമല്ലോ കുറച്ചെങ്കിലും. അങ്ങനെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എന്തോ എന്റെ മൈൻഡ് സമ്മതിക്കാറില്ല. വേണ്ടാന്ന് വെക്കും ഞാൻ തന്നെ. പക്ഷെ എനിക്ക് ചെയ്യണം എന്നുണ്ട്. നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിവേസ്, അപ്പൊ ലേബർ പെയിൻ കൊണ്ട് നമ്മൾ കോൺട്രാക്ഷൻസ് ആയിട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റുമോ, ലേബർ റൂം കാണിക്കാൻ പറ്റുമോ? കൊച്ചിന്റെ അച്ഛനാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, വീഡിയോഗ്രാഫർ. എടുക്കൂ അച്ഛൻ. കൊച്ചിന്റെ അച്ഛൻ ഇന്നലത്തെ ഒരു 5 മിനിറ്റിൽ എനിക്ക് മനസ്സിലായി ഒന്നും പതിയാൻ പോകുന്നില്ല വീഡിയോയില്. തലയില് ഗോപ്രോ 24 hours സ്ട്രീമിങ്. അതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയാൻ വേണ്ടിട്ടാ പിന്നീട്. അപ്പൊ ബോധമുണ്ടാവില്ലല്ലോ. എനിവേസ്, അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം. ആൻഡ് പറ്റുകയാണെങ്കിൽ ആ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. യാ, ലെറ്റ്സ് ഗോ. ആർ യു എക്സൈറ്റഡ്? ഇത് ശരിക്കും എനിക്കൊരു പ്രസവിക്കാൻ പോണ ഇൻട്രോ. യെസ് ഗൈസ്, ഇനി എപ്പോഴും വിളി വരാം. ശരിക്കും ഇൻട്രോ നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇൻട്രോ അങ്ങ് കയറ്റിട്ടാൽ മതി. അതേ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. ഓക്കെ ഗൈസ്, ബൈ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ടെൻഷനായി. എനിക്ക് കാണണ്ടെന്നൊക്കെ ആയിപ്പോൾ. ഇപ്പോൾ എന്തായാലും നമ്മൾ വന്നു. നമ്മൾ ഇവിടുത്തെ കോറിഡോർ വഴി ഏതൊരു ലെഫ്റ്റ് പറഞ്ഞു. ഈ ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? പോയി നോക്കാം. ദേഷ്യം വന്നു എനിക്ക്. എന്തിന്? അമ്മമ്മയുടെ പെരുമാറ്റം. നിന്നായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. അതായത് ഇപ്പൊ ഞങ്ങൾ കയറി ചെന്നത് ഡെലിവറി നടക്കുന്ന സ്യൂട്ട് റൂമിലേക്കാണ് നമ്മൾ കയറി ചെന്നത്. പക്ഷെ അവിടേക്കല്ല നമ്മളുടെ പോകേണ്ടത്. നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിപ്പോഴാണ് മനസ്സിലായത്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ല. അപ്പൊ എനിക്ക് പക്ഷേ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ടെൻഷൻ. ഞാൻ കണ്ടു ഗൈസ്, നീയും കണ്ടില്ലേ? ഞാനേ കണ്ടുള്ളൂ. ആരും അവിടെ ഡെലിവറിക്ക് ഇല്ലല്ലോ. അതാണ് നിന്റെ സങ്കടം. അവിടെ ഡെലിവറി ഇന്ന് ഇല്ല തോന്നുന്നു. എന്തായാലും നമ്മളുടെ റൂം എങ്ങനത്തെയാണ് നമ്മൾ ഹോസ്പിറ്റൽ മലയാളി സിസ്റ്റർ മലയാളി സിസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ പൊതുവെ കുറവാണ്. ഇനി നമുക്ക് പോകാനുള്ള യൂണിറ്റ് എത്തിയിട്ടില്ല. ഇവിടെ പോവാം.
കണ്ടു ഗൈസ്, ഞങ്ങളിപ്പോ രണ്ടുപേരും കണ്ടു. എന്ത് തോന്നുന്നു? പ്രസവിക്കാൻ തോന്നുന്നുണ്ടോ? ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇന്നത്തെ ആ ഒരു ഡെലിവറി സ്യൂട്ട് ടോർന്നൊക്കെ ഞങ്ങൾ ആദ്യം പോയപ്പോ ഞങ്ങള് ഡെലിവറി സ്യൂട്ടിലേക്കാണ് പോയത്. അതായത് നോർമൽ ഡെലിവറീസ് നടക്കുന്ന ഇത് എന്താ പറയാ, എല്ലാം ബർത്ത് പ്ലാനിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക്. ഞാനൊരു കാര്യം പറയുമ്പോ ഇവനെ നോക്കി ഇല്ല, നീ പറ. അപ്പൊ നമ്മൾ ആദ്യം പോയത് ഡെലിവറി സ്യൂട്ടിലാണ്. നോർമൽ ഡെലിവറീസ്, എല്ലാ ഡെലിവറീസും നടക്കുന്ന സ്യൂട്ടിലാണ് പോയത്. അവിടെ പോയപ്പോ എന്താച്ചാ എനിക്ക് ഫീൽ, ആദ്യം അത് പറയും, പിന്നെ അത് അതായി ഒരു അവിടുത്തെ സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ടേ ഞങ്ങൾ ഇവിടുത്തെ ഡെലിവറി സ്യൂട്ടിന്റെ ടൂറ്. അപ്പൊ അവര് ഞങ്ങളിങ്ങനെ നോക്കി, ടൂറാ ഇവരെന്താ ടൂറ് ഒക്കെ ചെയ്യാൻ വന്നേക്കണേ. കാരണം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഡെലിവറി സ്യൂട്ടിന്റെ ടൂറൊന്നും അവിടെ നടത്താറില്ല. അതുകൊണ്ട് അവരപ്പോ ഉള്ളിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സിംഗിൾട്ടൺ യൂണിറ്റ് അല്ലെങ്കിൽ MLU എന്നാണ് പറയാ. നിങ്ങളിപ്പോ കണ്ട ഷോർട്സ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, പക്ഷെ നാണം തോന്നിയതിന്റെ അല്ല, ഞാൻ ചോദിച്ചിട്ടാണല്ലോ എടുത്തത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡെലിവറി സ്യൂട്ട് പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഒരു ചെറിയ രീതിക്ക് ഇങ്ങനെ പേടിയും ഒരു കറക്റ്റ്, അതായത് ഒരു കറക്റ്റ് ഹോസ്പിറ്റൽ ഫീൽ. അത് കട്ടായി പോയി ഗൈസ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ശ്രീകുട്ടനോട് എവിടെ പ്രസവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുട്ടൻ ഏത് യൂണിറ്റ് തെരഞ്ഞെടുക്കും? ഞാൻ വില്യംസ് ആർവി ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കും. ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു യൂണിറ്റ് തെരഞ്ഞെടുക്കും അല്ലെ? സിംഗിൾട്ടൺ യൂണിറ്റ് അല്ലെങ്കിൽ MLU എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും നമ്മള് എല്ലാരും എന്താ പറയാ ഇതിനെ കുറിച്ച് ഗവേഷണം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മള് പെയിൻ വരുന്നു, തിരിച്ചു പോകുമ്പോ ബാക്കിൽ ഒരാളുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നമ്മളിങ്ങനെ തിരിച്ചു പോകുമ്പോ ബാക്കിൽ ഒരാളെ ഇരുത്തിണ്ടാവും. എന്നിട്ട് ഈ ബാക്കിലിരിക്കും, അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചോ ബാക്കിലിരിക്കും പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഇത് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോയി. അപ്പൊ ഡെലിവറി സ്യൂട്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് കണ്ടപ്പോ തന്നെ ഒരു ടെൻഷനും കറക്റ്റ് ഈ ഹോസ്പിറ്റൽ ഫീൽ, ഭയങ്കര ഹോസ്പിറ്റൽ ഫീൽ ഫുൾ ഇങ്ങനെ അടുത്തടുത്ത് കുറെ റൂമുകള്. ഇനി എങ്ങാനും നമ്മൾ പ്രസവത്തിന് പോകുമ്പോ അപ്പുറത്തെ വല്ല ചേച്ചി കാറി കൂക്കി കരിയാണെങ്കിൽ പോലും നമുക്ക് അവിടെ കേട്ട് നമുക്ക് ടെൻഷനാവും. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ സംഭവം. അവിടെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം എടുക്കാൻ പാടില്ല. എന്നിട്ടാണ് സിംഗിൾട്ടൺ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴത്തെ ഫ്ലോറിൽ നമ്മൾ പോയത്. അവിടുത്തെ ടോറിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ പോയത്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. സോ എന്റെ ഒരു മനസ്സിൽ ഇപ്പൊ ആരെങ്കിലും വാട്ടർ ബർത്ത് പ്ലാൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത് വാട്ടർ ബർത്ത് അല്ലാതെ അവർക്ക് പൂളില് പ്രസവിക്കുക അല്ലെങ്കിൽ പൂളില് നമ്മളുടെ നാട്ടിലും ഇപ്പൊ അടുത്ത് 2-3 ഹോസ്പിറ്റൽസ് ഒക്കെ ഓപ്പൺ ആയല്ലോ. വാട്ടർ ബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നെ ഒരു പെയിൻ റിലീഫർ ആയിട്ട് കുറെ പേർക്ക് അത് നല്ലൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ല. എന്തായാലും ആ സിംഗിൾട്ടൺ യൂണിറ്റിൽ കൂടുതലും 2 റൂംസ് നമ്മൾ കണ്ടത് വിത്ത് പൂളാണ്. ആദ്യത്തെ റൂമില് പൂളും ഉണ്ട്, പിന്നെ നമ്മുടെ ബാക്കി സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂള് പെയിൻ റിലീഫിനോ അമ്മയ്ക്ക് പ്രാണവേദന, ഇവിടെ മോന് വീണവായന എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ പ്ലീസടാ, അപ്പൊ അതൊക്കെ ആ ഫെസിലിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള് മാത്രമേ ഉള്ളൂ. അത് കണ്ടായിരുന്നില്ലേ? പൂള് മാത്രം. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡെലിവറി നടത്താം. അല്ല നിങ്ങൾക്ക് പൂള് കഴിഞ്ഞിട്ട് എന്താ പറയാ അത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്ന് അപ്പുറത്തെ റൂമിൽ പോയി ഇരിക്കാം. അത് രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ 2-3 റൂംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളില്ല, നോർമൽ നമ്മളുടെ കുറച്ചും കൂടി വലിയ സ്യൂട്ട് റൂമാണ്.
എക്സ്ട്രാ ബെഡുണ്ട്, അതായത് ബർത്ത് പാർട്ട്ണറിനുള്ള എക്സ്ട്രാ ബെഡുണ്ട്. പിന്നെ അതുകൂടാതെ സ്പീക്കേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞു തന്നു ഈ മേലെ നമുക്ക് രാത്രിയൊക്കെ നമ്മൾ ചില വീടുകളിൽ ഈ സാധനം കത്തിച്ച് വെക്കൂലേ, നക്ഷത്രങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ കുറേ ലൈറ്റിംഗ് സെറ്റപ്പും ഡിം ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ നമുക്ക് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്ത്. വേണ്ട എന്റെ പൊന്നെ, ഇവന്റെ പ്ലേലിസ്റ്റ് എനിക്ക് വേണ്ട. നീ ആ സമയത്തൊന്നും ചെയ്യണ്ട, ഡെലിവറി സ്മൂത്ത് ആയിട്ട് വേണ്ട. ഓക്കെ, സോ അതാണ് സിംഗിൾടൺ യൂണിറ്റിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിലായത്. ആ ഡെലിവറി സ്യൂട്ടിന്റെയും ഈ സിംഗിൾടൺ യൂണിറ്റിന്റെയും ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ഇപ്പൊ ഇങ്ങനെ പച്ചയ്ക്ക് പോകുമ്പോ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോയി കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു മെന്റൽ റിലീഫ് പോലെയൊക്കെ. ഇതിപ്പോ എത്രമാത്രം ഇപ്പൊ ചിലവര് കാണുമ്പോ ചിലപ്പോ പറയും പിന്നെ ഇവളുടെ ഒരു തള്ള്, ഇതൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ കാണാത്തതാ, എത്ര പേര് പ്രസവിക്കുന്നു, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണല്ലോ പ്രസവിക്കണേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഡെലിവറി സ്യൂട്ടും ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ മിഡ് വൈഫിനോട് പറയാം, നമുക്ക് പെയിൻ വരുമ്പോ എമർജൻസിയിലേക്ക് വിളിക്കുമ്പോഴും പറയാം. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് എല്ലാം ആ ദിവസവും ബേബീന്റെ ഹെൽത്തും അമ്മേന്റെ ഹെൽത്തും നോക്കിയിട്ടേ അവര് നമുക്കത് ഓപ്റ്റ് ചെയ്ത് തരുള്ളൂ. നമുക്കിപ്പോ അവിടെ മറ്റേ സ്യൂട്ട് റൂമിൽ പോണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വാട്ടർ ബർത്ത് വേണം, അല്ലെങ്കിൽ താഴത്തെ റൂമിൽ പോയി മ്യൂസിക് ചില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനും അന്നത്തെ ദിവസത്തെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ അവിടേക്ക് കയറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് ഡെലിവറി നടത്തില്ല. അതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പൊ ഇത് കണ്ടുവന്നു. ഇനിയിപ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് അതിന് നമ്മളുടെ ബോഡി ഇതിനെ ഒന്നും അഡാപ്റ്റ് ചെയ്യാതെ വേറെ കാര്യങ്ങളാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലേബർ റൂമിലേക്ക് ഡെലിവറി സ്യൂട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവരങ്ങനെ ചെയ്യുള്ളൂ. അല്ല എല്ലാം ഓക്കെയാണ്, നോർമലാണ്, അങ്ങനെയാണ് നമ്മളുടെ അന്നത്തെ ദിവസം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയി ചില്ല് ചെയ്തിട്ട് പ്രസവിക്കാം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മീ, ബേബി, അന്നത്തെ ദിവസം. നിന്നെ ഇതിലില്ല. കണക്ക് വേണമെങ്കിൽ ഡെലിവറി സ്യൂട്ടിൽ എനിക്ക് താഴെ MLU പൊക്കൂടെ? നീ താഴെ പോയി പൂളില് സ്വിമ്മിംഗ് പൂളിൽ പൊക്കോ. ഇവന് ഗ്യാസിന്റെ എയർ നല്ല രസാന്നാ പറഞ്ഞത്. അപ്പൊ ആ ഗ്യാസിന്റെ എയർ ഇവൻ വലിച്ചിരിക്കാന്നാ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. എനിക്ക് എന്തായാലും താഴത്തെ ആ സ്യൂട്ട് റൂംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ പോയി ചില്ല് ചെയ്ത് പ്രസവിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എന്തോ ഒരു ടെൻഷൻ ആണൊക്കെ പെട്ടെന്ന് വന്നത്. എന്ത് MLU ആണെങ്കിൽ MLU എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ആ സ്യൂട്ട് റൂം, അതായത് നമ്മൾ ഈ താഴത്തെ യൂണിറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഘട്ടമായ പെയിൻ റിലീഫ് കാര്യങ്ങൾ തരും. അതായത് പാരസെറ്റമോൾ, പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതാണ് രണ്ടാം ഘട്ടം. ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. പിന്നെ ഗ്യാസിന്റെ ലോഫിംഗ് ഗ്യാസ് തരും. പക്ഷേ നമ്മുടെ മെയിൻ സംഭവം താഴെ കിട്ടത്തില്ല. അതാണ് എപ്പിഡ്യൂറൽ. അതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, പലർക്കും അറിയാം. എപ്പിഡ്യൂറലാണ് നമ്മളുടെ അവസാന ഘട്ടത്ത് എല്ലാ അമ്മമാരെയും രക്ഷിക്കുന്ന ഒരു പെയിൻ റിലീഫ് സാധനം. അത് താഴെ കിട്ടത്തില്ല. അത് പറഞ്ഞപ്പോ എനിക്കിപ്പോ എപ്പിഡ്യൂറൽ എടുക്കണം അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ കുറച്ച് പെയിൻ വരുമ്പോ തന്നെ എപ്പിഡ്യൂറൽ എടുക്കാം, പിന്നെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒന്നുമില്ല, പ്ലാനേ ഇല്ല. അന്ന് വരുന്നിടത്ത് മാക്സിമം നമുക്ക് പറ്റാവുന്ന അത്ര നാച്ചുറലായിട്ട് ശ്രമിക്കാം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, ഈശ്വര എപ്പിഡ്യൂറൽ ഇല്ലേ? അപ്പൊ ശ്രീകുട്ടനാണെങ്കിലോ 4 പ്രസവം കഴിഞ്ഞ ആ ഒരു ലാഘവത്തോടു കൂടി ശ്രീകുട്ടൻ പറഞ്ഞു, എപ്പിഡ്യൂറലിന്റെ ഒന്നും നിനക്ക് ആവശ്യം വരില്ല, അതിന്റെ ആവശ്യം വരില്ല എന്നാണ് ശ്രീകുട്ടൻ പറയുന്നത്. അല്ല, എനിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ നാച്ചുറലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായ കാരണം ക്യാരക്ടറും ഡെലിവറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഈ സഹിക്കും, കാരണം ജീവിതത്തിൽ അങ്ങനത്തെ കുറെ പെയിൻ സഹിക്കുന്നുണ്ടല്ലോ പലവരുടെയും.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല. എപ്പിഡ്യൂറൽ വേണം എന്ന് എനിക്ക് അന്ന് എന്റെ ബോഡി പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വാശി പിടിച്ച് ഞാൻ ഝാൻസി റാണിയാണെന്ന് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ആൾക്കാരെ കാണിക്കാരോ ശ്രീകുട്ടനെ കാണിച്ചിട്ട് എനിക്ക് ഒന്നും അവാർഡ് കിട്ടാനില്ല. പെയിൻ മൊത്തം ഞാനാണല്ലോ അനുഭവിക്കണ്ടേ. അപ്പൊ എനിക്ക് പെയിൻ അങ്ങനെ ഞാൻ ചാവാൻ പോയിട്ട് ആ അവസ്ഥയിൽ എനിക്ക് എപ്പിഡ്യൂറൽ എടുത്ത നാണക്കേടാവുമല്ലോ എന്നൊന്നും വിചാരിക്കില്ലേ ഞാൻ. അത് അവരും പറഞ്ഞു. എന്ത്? അതായത് കംഫർട്ട് നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് തോന്നുന്നത്, അതെ, ഇത് കംഫർട്ടബിൾ ആവണ്ടേ തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പറയണം. അതെ, നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് എന്റെ ഒരു ഇത്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. മാക്സിമം നോർമൽ ആവട്ടെ. നോർമൽ ആയില്ലെങ്കിലും എന്തായില്ലെങ്കിലും ബേബി ഹെൽത്തി ആയിട്ടാവട്ടെ. മിക്കവരും പറഞ്ഞത് ബോയ് ആണ്. എത്ര പെർസെന്റേജ് ബോയ് എന്ന് പറഞ്ഞത്? ഒരു 80% ആൾക്കാർ ബോയ് എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്താ തോന്നുന്നത്? എന്റെ ഇൻറ്റ്യൂഷൻ ബോയ് തന്നെയാണ്. കാരണം ഇത് പറഞ്ഞിട്ടാണോ എനിക്ക് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നത് ഗേൾ ആവട്ടെ. എനിക്ക് ഇഷ്ടം ഗേളാണ് കൂടുതൽ. ഒരു ശതമാനം ഗേളിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ശ്രീകുട്ടനും ആ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. പക്ഷെ എല്ലാരും ഈ ബോയ് പറഞ്ഞിട്ടും പിന്നെ എനിക്ക് ആദ്യം തൊട്ട് എന്റെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് ബോയ് എന്നാണ് മനസ്സിൽ. ആരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തോന്നുന്നുണ്ടോ അന്ന് ഇത് നോക്കായിരുന്നു ജെൻഡർ? ഇല്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. ആണോ? എന്തിനത് അറിഞ്ഞിട്ട് എന്താ? പക്ഷെ അത് ആ സമയത്ത് അറിയുമ്പോഴല്ലേ ഒരു രസം. എനിക്കിപ്പോഴും തോന്നുന്നില്ല അയ്യോ നോക്കായിരുന്നു. എനിക്ക് അങ്ങനെ മുട്ടി നിൽക്കണമെന്നില്ല. കാരണം ജെൻഡർ നമ്മളുടെ ലീസ്റ്റ് എന്താ പറയാ പ്രയോറിറ്റി ആണല്ലോ ജെൻഡറിൽ എന്ത്. എനിക്ക് അതിലേറെ ക്യൂരിയസ് എന്താ അറിയോ, ബേബീനെ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോ വെളുപ്പായിരിക്കോ, വെളുത്ത കുട്ടിയായിരിക്കും, സുന്ദരനോ സുന്ദരി, അതല്ല. ഞങ്ങള് രണ്ടുപേരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലോ. അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ശ്രീകുട്ടന്റെ? എന്തായാലും അതുകൊണ്ട് ആ കോംപ്ലക്സ് കൊച്ചിന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി വെട്ടിയത് ഗൈസ്. മനസ്സിലായി? നമ്മുടെ മുടിയും നമ്മുടെ ബുദ്ധിയും സ്വഭാവം കിട്ടിയോട്ടെ, അച്ഛന്റെ സൗന്ദര്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനാണ് ഞാൻ കുറച്ചും കൂടി എനിക്ക് കാണാൻ എങ്ങനെ ഇരിക്കും. കാരണം എല്ലാ ബേബീസും അവരുടെ പേരൻസും അല്ലെങ്കിൽ വേറെ തന്നെയാണല്ലോ. ആരുടെ പോലെ? എന്റെ അച്ഛന്റെ പോലെയാണ് നമ്മുടെ പോലെ. അച്ഛന്റെ പോലെ ആണോ? ഈ ആരുടെ പോലെ? ഈ നമ്മുടെ പോലെയാണോ? ഞാന് ഇപ്പൊ വളർന്നു വന്നപ്പോ അമ്മേന്റെ പോലെ. എന്തെങ്കിലും അവിടെ കുറെ നേരം ഇതിൽ കത്തി വെക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഗർഭിണിയായിട്ട് ഇരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UK-ൽ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. UK-ലായവർക്ക് നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാം, കുറച്ചുകൂടി മെന്റലി പ്രിപ്പയർ ചെയ്യാം. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലും അന്നത്തെ ദിവസത്തിന്റെ ആ ഒരു ഇതും നമ്മുടെ ബോഡിയും കുഞ്ഞും എല്ലാം ഒത്തുചേർന്ന് വരണം അന്ന്. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ see you in next vlog. കഴിഞ്ഞു ഗൈസ്. ഓക്കെ, if you like this video, do like, share and subscribe.